അങ്ങനെ മോളിവുഡ് ഇൻഡസ്ട്രി കാത്തിരുന്ന ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ടുള്ള ദൃശ്യം 3 നാളെയാണ് വേൾഡുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രം ഇതുവരെ പ്രീസെയിൽ കളക്ഷനെ ഏകദേശം 25 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്തിട്ടുണ്ട്. റിലീസിന് മുമ്പേ തന്നെ ഏകദേശം 30 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം പ്രീസെയിൽ കളക്ഷൻ നേടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ 6 കോടി രൂപയോളം നമ്മുടെ കേരളത്തിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. DKന്റെ ലീഡിൽ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന അടുത്തൊരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സൈറ്റ്മെന്റ് അടുപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഏകദേശം 4000-ഓളം VFX ഷോട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഹാൻഡ് ആക്ഷൻ പോർഷൻസ് ഇൻവോൾവ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു ആബ്സല്യൂട്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ലോഡിംഗ്. അടുത്തായി നമ്മുടെ കമന്റ് വഴി ചോദിച്ചിട്ടുള്ള അപ്ഡേറ്റ്സിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചുള്ളത് മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ്. ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ടും ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഒന്ന് പറഞ്ഞു പോയേക്കാം. ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ആക്കുന്ന ടൈമിൽ ഈ ഒരു ചിത്രം ഒരു സിംഗിൾ പാർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ലോൺ പടമായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം പിന്നീട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പും സ്കെയിലും എല്ലാം തന്നെ വലിയതായതോടുകൂടി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ ഫസ്റ്റ് പാർട്ടായിട്ടും സെക്കൻഡ് ഹാഫിനെ സെക്കൻഡ് പാർട്ടായിട്ടും അവർ സ്പ്ലിറ്റ് ചെയ്തു. അതോടുകൂടി തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിന് ഇത്രയും ലെങ്ത് ആവാനുള്ള വലിയൊരു കാരണം. പിന്നീട് പടം തിയേറ്റർ റിലീസിന് വലിയ രീതിയിലൊരു ബോംബായി തന്നെ മാറി. ഇതാണ് നമ്മൾ പറയുന്നത്, ഒരു സെക്കൻഡ് പാർട്ട് ഒരു ചിത്രത്തിനെ ഡിമാൻഡ് ചെയ്യുന്നോട്ടേക്ക് മാത്രമേ അതിന് ആ ഒരു ഹോപ്പ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കൊള്ളാവുന്ന ഒരു നല്ല സിനിമയാണെങ്കിൽ പോലും അതിന് തിയേറ്റർ വിജയിക്കാൻ പറ്റാതെ പോകും. പടം ഇത്രയും പരാജയമായതോടുകൂടി തന്നെ ഇനി മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകില്ല. അടുത്തായി ചോദിച്ചുള്ളത് കരിക്ക് ചിത്രത്തിനെ പറ്റി അപ്ഡേറ്റോ റിലീസോ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടോ എന്നാണ്. കരിക്ക് ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു പോവുകയാണ്. മൂന്നാർ, ഇടുക്കി പ്രദേശങ്ങളിലൊക്കെയാണ് ചിത്രത്തിന്റെ ഷൂട്ട് നടന്നു പോകുന്നത്. ഈ ഒരു വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് ചിത്രത്തിന്റെ റിലീസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തായി ചോദിച്ചുള്ളത് ജയിലർ 2, ജയിലർ 3 ഒക്കെ പറ്റിയാണ്. ജയിലർ 2ന്റെ ഇപ്പോൾ റീസെന്റ് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ജൂലൈ റിലീസിന് അവർ ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം ഇനിയും വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ തമിഴിൽ അത്യാവശ്യം നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ടൈറ്റ് കോമ്പറ്റീഷൻ പരിപാടികളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർ ജൂലൈ മാസം അവർ റിലീസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തായി ജയിലർ 3യെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ജയിലർ 2 ഒന്ന് റിലീസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജയിലർ 3യെ പറ്റിയുള്ളൊരു പ്രോപ്പർ അപ്ഡേറ്റ് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ടീം തന്നെ പുറത്ത് വിടണം. ഇപ്പോൾ ഇതുവരെയായിട്ടും ആ ഒരു അപ്ഡേറ്റ് ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. അടുത്തായി ചോദിച്ചുള്ളത് നെസ്ലിൻ, ഹാഷിർ, സന്ദീപ്, മാത്യു എന്നിവരുടെ അടുത്ത പടത്തെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെസ്ലിൻ്റെ ഇനി റിലീസിൽ വയ്ക്കുന്ന മോളിവുഡ് ടൈംസ് എന്ന ചിത്രമാണ്. ഹാഷിറിൻ്റെ ആണെങ്കിൽ ഒരു മമ്മൂക്ക പ്രൊജക്റ്റിനെ പറ്റിയൊരു അപ്ഡേറ്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേം അല്ല. സന്ദീപിൻ്റെ ആണെങ്കിൽ കോസ്മിക് സാംസൺ എന്ന ചിത്രം. മാത്യുവിൻ്റെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ഉടുമ്പിച്ചുള്ള വിഷൻ എന്ന ചിത്രം. പക്ഷേ ഈ ഒരു ചിത്രത്തെ പറ്റിയൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. അടുത്തായി നമ്മുടെ കമന്റ് വഴി ചോദിച്ചുള്ള മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റിയാണ്. ചിത്രം ജൂൺ 5-നാണ് വേൾഡുമായിട്ട് തിയേറ്റർ റിലീസിനെത്തുന്നത്. ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതിയൊരു പോസ്റ്ററും റിലീസിനെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന് ഒരു ടീസറോ ട്രെയിലറോ ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റും പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ബേസിൽ, ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്നൊരു കളർഫുൾ കോമഡി എൻ്റർടൈനർ ചിത്രമായിരുന്നു അതിരടി എന്ന ചിത്രം. ചിത്രം വേൾഡുമായിട്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം റിലീസിന് എത്തിയിട്ട് ഇന്നലെ 6ാമത്തെ ദിവസമായിരുന്നു. എന്നിട്ട് പോലും കേരളത്തിൽ നിന്ന് 2 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സൂര്യരെ പോട്ടർ, പരാശക്തി പോലുള്ള കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കിടിലം പടങ്ങൾ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് സുധ. സുധ ഏറ്റവും പുതിയതായി ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ധ്രുവ വിക്രമിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു പടമായാലും ഒരു റിയൽ ലൈഫ് ഇവന്റിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു പടമായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അല്ലി അല്ലു അർജുൻ കോമ്പിൽ തിയേറ്റർ റിലീസിനെടുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രാഗ എന്ന ചിത്രം. ചിത്രത്തിൽ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം അടുത്ത വർഷം മിഡൊക്കെ ആയിട്ട് വേൾഡുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസ് എത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. 96 മെയ്യഴകൻ പോലുള്ള സിനിമകളുടെയൊക്കെ ഡയറക്ടറുള്ള പ്രേംകുമാർ ഏറ്റവും പുതിയതായി ഫഹദിന് വേണ്ടി ഒരു ചിത്രം ഡയറക്ട് ചെയ്യാൻ പോകാമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പൂജയും പരിപാടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഉടനെ ആരംഭിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരുത്തനെ കുറെ വർഷങ്ങളായിട്ട് ഓഫ്ലൈനിൽ വെച്ചിരിക്കുകയാണെന്ന് കൂലി പറയുന്ന ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം കറുപ്പ് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ ആ ലെവലിലാണ് ഇപ്പോൾ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രം ഇപ്പോൾ 5 ദിവസം അല്ലെങ്കിൽ ഒരു 6 ദിവസമൊക്കെ കളക്ഷൻ വരുമ്പോൾ തന്നെ ഏകദേശം 160-170 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ കേരള ആദ്യത്തെ 150 കോടി ചിത്രമായി മാറിയിരിക്കുകയാണ് കറുപ്പ് എന്ന ചിത്രം. ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 24 എന്ന ചിത്രത്തിന് ശേഷം 24 എനിക്ക് തോന്നുന്നൊരു 2017, 18, 19 ടൈമിൽ ഇറങ്ങിയ പടമാണ്. ആ ഒരു സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ സൂര്യയുടെ കരിയറിൽ തന്നെ 10 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന ചിത്രമായി കറുപ്പ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഉടനെ ഒരു വലിയ റിലീസോ പരിപാടിയോ ഒന്നും കാണുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 250-300 കോടി രൂപ റേഞ്ചിലൊക്കെ ഈ ഒരു ചിത്രത്തിനെ കളക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂര്യയുടെയൊക്കെ തന്നെ ആയാലും ലൈനപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ പേടിയുള്ള ഒരു പ്രൊജക്റ്റ് കറുപ്പായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കയറി കൊളുത്തിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പടങ്ങളൊക്കെ ആയാലും പ്രോമിസിങ് സബ്ജക്റ്റ് തന്നെയാണ്. കാരണം വെങ്കി അല്ലൂരിയുടെ
ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള ലക്കി ഭാസ്കർ ആയാലും വാത്തി എന്ന ചിത്രമൊക്കെ ആയാലും ബ്ലോക്ക് ബസ്റ്ററാണ്. ഇപ്പോൾ ജിത്തു മാധവിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങിയിട്ടുള്ള ചിത്രമാണ് സൂര്യ 47. ജിത്തു മാധവിൻ്റെ ആയാലും രോമാഞ്ചം ആവേശം എല്ലാം തന്നെ ബ്ലോക്ക് ബസ്റ്ററാണ്. അതുകൊണ്ടൊക്കെ തന്നെ അതൊരു പ്രോമിസിംഗ് പ്രൊജക്റ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ ഫുള്ളി ഒരു കംബാക്ക് പുള്ളിയുടെ ഉറപ്പിച്ചൊരു മട്ട് തന്നെയാണ്. എന്തായാലും ഇനിയും തമിഴ് സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ സൂര്യയ്ക്ക് പറ്റുമെന്ന് ഈ ഒരു കറുപ്പിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും വരും സിനിമകളൊക്കെ തന്നെ പ്രോപ്പർ അടിക്കുകയാണെങ്കിൽ സൂര്യയ്ക്ക് ടോപ്പിലെത്താവുന്നതേ ഉള്ളൂ. അടുത്തായി നമ്മുടെ മലയാളത്തിൽ പുതിയൊരു യൂണിവേഴ്സും പുതിയൊരു കോൺസെപ്റ്റും പുതിയൊരു വേൾഡും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആയിരുന്നു ലോക ചിത്രത്തിൻ്റേത്. ലോക ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലോക ചാപ്റ്റർ 2, അല്ലെങ്കിൽ ഒരു ചാത്തൻ എന്ന ലെവലിലൊക്കെ വരാനിരിക്കുന്ന പടം. ഈ ഒരു പടത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിലെ സ്ക്രിപ്റ്റ് വർക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കുറച്ച് ഇഷ്യൂ ആയതോടുകൂടി തന്നെ ഈ ഒരു ചിത്രം കുറച്ച് ഡിലേ ആയിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വർഷം അവസാനത്തോടെ ആയിരിക്കും ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഒരുങ്ങുകയെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിന് ഹൈപ്പും പരിപാടികളൊക്കെ തന്നെ പീക്കി നിൽക്കുകയാണ്. മിനിമം ഹൈപ്പ് ഇറങ്ങിയ ലോക ചിത്രം 300 അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് നല്ല ഹൈപ്പൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് 500 അടിക്കാൻ പൊട്ടൻഷ്യൽ ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ടീം ഈ ഒരു ചിത്രത്തിന് വേണ്ടി കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.